സമയമില്ലാത്തതുകൊണ്ടും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ്. സിമ്പിളായിട്ട് പറയാം, ഞാനൊരു ഓൾറെഡി ഒരു ബിസിനസ്സുകാരനാണ്, വയനാടാണ് എൻ്റെ സ്വദേശം. ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് കോവിഡിൻ്റെ കാലഘട്ടത്തിൽ വന്നാണ്, സിസ്റ്ററിലൂടെയാണ് ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത്. വയനാട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്വന്തമായിട്ട് ബിസിനസ്സുമായിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഒരു കമ്പനിയുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നുള്ള ഒരു പോസ്റ്റിൽ വയനാട്ടിൽ നിന്നാണ് ഞാൻ ബിസിനസ് തുടങ്ങുന്നത്. പിന്നെ അതിന് ശേഷം പെരിന്തൽമണ്ണ ആസ്ഥാനമായിട്ടാണ് കുറേ കാലം വർക്ക് ചെയ്തിരുന്നത്. മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ ഈ മേഖലകളൊക്കെ ചെയ്തു. അതിനുശേഷം തൃശ്ശൂർ സ്വന്തമായിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 10 വർഷം മുമ്പ് സ്വന്തമായിട്ട് കമ്പനി പെരിന്തൽമണ്ണ തന്നെ തുടങ്ങി. അതിൻ്റെ ഒരു ബ്രാഞ്ചായിട്ട് തൃശ്ശൂർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. 2018 മുതൽ തൃശ്ശൂർ സെറ്റിലാണ്. ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വരുന്ന സമയത്ത് എന്താ പറയുക, സിസ്റ്റർ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഫിജിക്കാർഡ് എന്നാണ് കമ്പനിയുടെ പേര്, അപ്പോൾ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ആൾ വിളിച്ച സമയത്ത് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാമെന്ന് എഴുതിയിട്ടാണ് ഈ പ്രോജക്റ്റ് ഞാൻ തുടങ്ങി വെക്കുന്നത്. പക്ഷേ കോവിഡിൻ്റെ സമയം ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു സാഹചര്യം കിട്ടി. കാരണം സൂം മീറ്റിങ്ങുകൾ കാര്യങ്ങളിലൂടെയൊക്കെ ഈ പ്രോജക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ സമയത്ത് ഒന്ന് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. വർക്ക് ചെയ്ത് തുടങ്ങിയ സമയത്താണ് ഇതിൻ്റെ സാധ്യതകൾ നമ്മളിലേക്ക് എത്തി. പഠിച്ച് മനസ്സിലാക്കി വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ, കാരണം സിസ്റ്റർക്ക് വേണ്ടിയിട്ടെന്ന് വന്നിട്ടാണ് ഞാൻ തുടങ്ങിയെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനിത് എൻ്റെ ബിസിനസ്സാക്കി തന്നെ മാറ്റി. കാരണം മറ്റ് ബിസിനസ്സിൽ നിന്ന് കിട്ടാത്ത വരുമാനം ഫിജിക്കാർഡിലൂടെ ലഭിച്ചു തുടങ്ങിയപ്പം ഒരു വലിയ മാറ്റം നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. അത് ഫിജിക്കാർഡിലൂടെ തന്നെ ഉണ്ടാവുന്ന തിരിച്ചറിവ് വന്ന സമയത്തോട്ട് ഞാൻ സീരിയസ് ആയി. ഒരു 4-5 ദിവസം, അതായത് ഫിജിക്കാർഡ് എന്നുള്ള കോൺസെപ്റ്റ് ഞാൻ അസോസിയേറ്റ് ചെയ്തെങ്കിലും ആദ്യത്തെ 4 ദിവസം കഴിഞ്ഞ ശേഷമാണ് ശരിക്കും ചെമ്മണ്ണൂർ ഗ്രൂപ്പാണ് ഈ പ്രോജക്റ്റ് ചെയ്യുന്നത് പോലും ഞാൻ മനസ്സിലാക്കിയത്. കാരണം കമ്പനിയുടെ ഒരു ഡിജിറ്റൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് ചെമ്മണ്ണൂർ ഗ്രൂപ്പിൻ്റെ പ്രോജക്റ്റാണ്. ആ ഒരു രീതിയിൽ മനസ്സിലായ സമയത്ത് തന്നെ ഞാൻ സീരിയസ് ആയി. കാരണം ഒരു സാധാരണ ബിസിനസ് കമ്പനി അല്ല, അല്ലെങ്കിൽ ഒരു ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകളും വിജയിപ്പിച്ചിട്ടുള്ള ഒരു വലിയ ഗ്രൂപ്പാണ്. അവർ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കാഴ്ചപ്പാടോടുകൂടിയിട്ട് തുടങ്ങുകയുള്ളൂ. അപ്പോൾ അവർ എന്ത് തന്നെയാണെങ്കിലും ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാനും ഇത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് ഈ ബിസിനസ്സിലേക്ക് സീരിയസ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങിയത്. ഒരു 1.5 മാസക്കാലം കമ്പനിയിൽ വർക്ക് ചെയ്ത സമയത്ത് 48ാമത്തെ ദിവസം ഞാൻ ഈ കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്നുള്ള റാങ്ക് ക്വാളിഫൈ ചെയ്തു. ആ ദിവസം തൊട്ടങ്ങോട്ട് പിന്നീട് ഫുൾ ടൈം എന്നുള്ള രീതിയിൽ തന്നെയാണ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരു പക്ഷേ നിങ്ങൾ വന്നിട്ടുള്ള ഇന്ന് ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ചിലപ്പം നിങ്ങളുടെ ഇൻവൈറ്റ് ചെയ്ത ലീഡർ വിളിച്ച് പറഞ്ഞുകൊണ്ടായിരിക്കാം ജസ്റ്റ് ഒന്ന് കയറി നോക്ക്, അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ സാധ്യത മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെഷൻസ് അറ്റൻഡ് ചെയ്യണമെന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർബന്ധം കൊണ്ടൊക്കെ കേൾക്കുന്ന ആളുകളുണ്ടാവാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ വരുന്നു എന്നുള്ള മാറ്റർ അല്ല, വന്നു കഴിഞ്ഞിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ബിസിനസ്സിൻ്റെ വിജയം എന്നുള്ളത്. കാരണം പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻസോ മറ്റു കാര്യങ്ങളോ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഏകദേശം ഒരു 21 വർഷക്കാലമായിട്ട് ബിസിനസ് ഫീൽഡിലുണ്ട്. അതിലൊരു കുറഞ്ഞ കാലം മാത്രമാണ് ഫിജിക്കാർഡ് എന്നുള്ള കോൺസെപ്റ്റിലൂടെ വർക്ക് ചെയ്തുള്ളൂ. ബാക്കി മുഴുവൻ ട്രഡീഷണൽ ബിസിനസ് പല കമ്പനികളിലായിട്ട് എന്താ പറയുക ബിസിനസ് ചെയ്യുന്ന ഒരു ട്രഡീഷണൽ ബിസിനസിൻ്റെ രീതികൾ കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയും ഫിജിക്കാർഡ് എന്നുള്ള ബിസിനസ് അതിൻ്റെയൊക്കെ 1000 മടങ്ങ് വലുപ്പമുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഒരു സാധാരണ ഒരു ബിസിനസ് നമ്മൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലൈസൻസ് തൊട്ട് അങ്ങോട്ട് നമുക്ക് കോസ്റ്റ് തുടങ്ങും. ഒരു ഷോപ്പ് എടുക്കുക, ലൈസൻസ് എടുക്കുക, സെക്യൂരിറ്റി, മറ്റുള്ള കാര്യങ്ങൾ, ദെൻ സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യൽ, റെൻറ്റ്, മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പം എല്ലാ മാസവും നമ്മൾ നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ കണ്ടുകൊണ്ട് മാത്രമേ ഒരു ബിസിനസ് നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. കാരണം ഞാൻ തുടങ്ങുന്ന സമയത്ത് ഫിജിക്കാർഡിൽ വരുന്ന സമയത്ത് ഏകദേശം ഒരു 8ഓളം സ്റ്റാഫുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷനാണ് ഞാൻ റൺ ചെയ്തുകൊണ്ടിരുന്നത്. ഫിജിക്കാർഡിന് മുമ്പ് HP എന്നുള്ള ബ്രാൻഡിന് ഒരു 3 ജില്ലകളിലായിട്ട് ബിസിനസ് ചെയ്യുന്ന കോപ്പിയർ മെഷീൻസ്, പ്രൊജക്ടർ, സ്മാർട്ട് ക്ലാസ് സൊല്യൂഷൻസ്, ഈ ഒരു രീതിയിലുള്ള ബിസിനസ്സൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലുണ്ട്, പക്ഷേ നമുക്കതിൻ്റെ റിട്ടേൺ വളരെ കുറവാണ്. കാരണം വലിയ ബിസിനസ് ആണെങ്കിൽ ശരി എക്സ്പെൻസ് കൂടുതൽ, കുറേ സ്റ്റാഫുകളുടെ മെയിൻ്റനൻസും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് വരും. അപ്പോൾ ആ ഒരു രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും വർഷങ്ങളിലെടുക്കും ഒരു ബിസിനസ് വിജയിക്കാൻ. ഒരു ഫിജിക്കാർഡ് എന്നുള്ള കോൺസെപ്റ്റിൽ വന്നു ഒരു എന്താ പറയുക കുറഞ്ഞ കാലം കൊണ്ട് തന്നെ നമുക്ക് വിജയിക്കാൻ അല്ലെങ്കിൽ വിജയിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം എന്നുള്ള തിരിച്ചറിവ് വന്നുകൊണ്ട് തന്നെ മറ്റു ബിസിനസ്സുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഫിജിക്കാർഡ് എന്നുള്ള കോൺസെപ്റ്റ് തന്നെ ഞാൻ സീരിയസ് ആയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ വന്നത് എങ്ങനെയാണെങ്കിലും അതൊന്നും മാറ്റർ അല്ല, നമ്മൾ വന്നിരിക്കുന്ന ലക്ഷ്യം ഫിജിക്കാർഡ് എന്നുള്ള ബിസിനസ് വിജയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് സീരിയസ് ആയിട്ട് ഈ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാവുക. പഠിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ബിസിനസ്, ചെമ്മണ്ണൂർ ഗ്രൂപ്പിൻ്റെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. കാരണം ഇന്ന് ലോകം മുഴുവൻ ഈ ബിസിനസ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. കാരണം നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെ സാധ്യത വന്നിട്ടുണ്ടെങ്കിൽ ഒരു 10-50 വർഷക്കാലം മുമ്പ് തുടങ്ങിയതാണ്. പക്ഷേ
ഇന്ത്യയിലേക്ക് ഈ ബിസിനസിന്റെ രീതികൾ 1980-കളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം നല്ല പ്രൊഡക്റ്റും നല്ല സർവീസുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന കമ്പനികൾക്ക് പകരം കുറേ കമ്പനികൾ വരികയും എന്താ പറയുക നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറെ പ്രതിച്ഛായ മങ്ങലേൽപ്പിക്കുന്ന രീതിയിൽ ഇൻഡസ്ട്രിയെ മോശമാകുന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക 2018 നമ്മള് ഗവൺമെന്റ് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന്റെ ഗൈഡ് ലൈൻസ് വന്നതോടുകൂടി തന്നെ ഈ മേഖല ഫുള്ളായിട്ട് ലീഗലൈസ് ചെയ്യപ്പെട്ടുകൊണ്ട് ഈ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള 2021 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ കീഴിലും അമെന്റ്മെന്റും കാര്യങ്ങളൊക്കെ വന്നു. കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻവോൾവ് ആയിട്ട് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖല പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു. 2025 ഫെബ്രുവരി 19 ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെ എന്താ പറയുക നല്ല കമ്പനികളെ ലിസ്റ്റ് ചെയ്യുന്ന തീരുമാനത്തിലേക്ക് ഗവൺമെന്റ് എത്തി. ആ ലിസ്റ്റിംഗ് പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. മുമ്പുള്ള പല കമ്പനികളും ചെയ്ത രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിത്യോപയോഗ സാധനങ്ങൾ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന പ്രൊഡക്റ്റുകൾ വിൽക്കപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോം, അതും ഇ കൊമേഴ്സിലൂടെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. മറ്റൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിക്കും അവകാശപ്പെടാൻ പറ്റാത്ത, ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം Fijicard.comന് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന സവിശേഷതയാണ് നമ്മളാണ് ആദ്യമായിട്ട് ഫിജിറ്റൽ ഇ കൊമേഴ്സ് തുടങ്ങിയിരിക്കുന്നത്. അതായത് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് രീതിയിൽ തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് രീതിയിൽ തന്നെ ഇ കൊമേഴ്സും കൂടെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഇ കൊമേഴ്സ് വന്നിട്ട് ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് പരിഗണിക്കാവുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടെ ഡിസൈൻ ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന രീതി. അപ്പോൾ മറ്റൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ഇത് ആദ്യമായിട്ട് തുടങ്ങിയിട്ടില്ല. ആ ഫിജിറ്റൽ എന്നുള്ള ഒരാശയം, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള രീതി, അതുപോലെ തന്നെ എന്താ പറയുക ഇ കൊമേഴ്സിന്റെ ഒരു സാധ്യത, അത് വലിയ രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. കാരണം ഒരു 30 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു അവസരമായിട്ട് മാറി. എന്തുകൊണ്ട്? അവർക്കാണ് അവസരം, നമുക്കല്ല. എന്താ പറയുക ജെഫ് ബോസ് എന്ന വ്യക്തിക്ക്, അദ്ദേഹത്തിന്റെ കമ്പനിക്കാണ് ഏറ്റവും വലിയൊരു അവസരം കിട്ടിയത്. കാരണം 30 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇന്റർനെറ്റിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി തുടങ്ങി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തു. ഇന്ന് ലോകം മുഴുവൻ അറിയുന്ന ഏറ്റവും വലിയ റീറ്റെയിൽ ഇൻഡസ്ട്രി ആയിട്ട് ആമസോൺ എന്നുള്ള കമ്പനി മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും Fijicard.comനും അതിലൊരു സ്പേസ് ഉണ്ട്. ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാന്നുള്ള കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ചെമ്മണ്ണൂർ ഗ്രൂപ്പ് ഈ പ്രൊജക്ട് തുടങ്ങിയിരിക്കുന്നത്. കാരണം എല്ലാം ഇന്ന് ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ബിസിനസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നതിന് മുമ്പ് തന്നെ ഓൺലൈനിൽ പോയി നോക്കി ആ പ്രൊഡക്റ്റിന്റെ സാധ്യതകൾ മനസ്സിലാക്കി അടുത്ത ലോഞ്ചിങ് ഡേറ്റ് നോക്കി മറ്റു കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാ ആളുകളും തന്നെ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ എടുക്കുന്നത് പോലും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രൊഡക്റ്റുകളും കിട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ ബിസിനസ് വളരുന്ന സമയത്ത് ഇതിന്റെ ഏറ്റവും വലിയ സാധ്യത നമ്മളിലാണ് നിൽക്കുന്നത്. ആ സാധ്യതയെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ തയ്യാറാവുക. കാരണം പല ആളുകളും നിങ്ങളോട് ഈ ബിസിനസ്സായിട്ട് സംസാരിക്കുന്ന സമയത്ത് പല ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ അവതരിപ്പിക്കുന്ന സമയത്ത് അവരെന്തൊക്കെ നമ്മളോട് പറയും, റിജക്ഷൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇത് ഫേസ് ചെയ്യും, അത് മറികടക്കാനുള്ള കാര്യങ്ങൾ നമ്മളിലുണ്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലൊരു കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക. കാരണം ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഈ ബിസിനസ് പറയുന്നതിനുപരി നമ്മൾ ഈ പറയുന്ന രീതിയാണ് നമ്മൾ ഈ ബിസിനസ്സിൽ കൂടുതലായിട്ടും ആളുകളെ ഇതിലേക്ക് എത്തിക്കുന്നത്. കാരണം ഒരു എക്സൈറ്റ്മെന്റോട് കൂടി ബിസിനസ് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയോട് നമ്മൾ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇ കൊമേഴ്സ് പ്രൊജക്റ്റ് ആണ്. ഇ കൊമേഴ്സ് എന്നുള്ള വാക്ക് പോലും ഒരു പക്ഷേ സാധാരണക്കാർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അത് എന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി, അറിയാനുള്ള ഒരു ആഗ്രഹം അവരുടെ ഉള്ളിൽ ഉണ്ടാവും. അപ്പം നമ്മൾ പറയേണ്ട ഇ കൊമേഴ്സ് ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള പ്ലാറ്റ്ഫോമാണ്. പക്ഷെ അതിൽ നമുക്കും ഒരു അവസരമുണ്ട്. ആ അവസരം എന്താണെന്ന് മനസ്സിലാക്കി കമ്പനിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതിന് കമ്പനിക്ക് പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ ഒന്ന് കേട്ട് നോക്കുക. കേട്ടതിന് ശേഷം നിങ്ങൾക്ക് പറ്റുന്ന ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്ന് പറയുന്ന സമയത്ത് പ്രത്യേകിച്ചൊരു നിർബന്ധമില്ല. പക്ഷെ നമ്മൾ പ്ലാൻ കേൾക്കാനുള്ള അല്ലെങ്കിൽ പ്ലാൻ കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടണം. പല ആളുകൾക്കും സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്താണ് ബിസിനസ് ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ കവർ ചെയ്യാതെ കൃത്യമായിട്ടൊന്നും പറയാതെ ഒരു ബിസിനസ് ഉണ്ട്, പിന്നെ നമുക്കൊരു ചെമ്മണ്ണൂർ പ്രോജക്റ്റാണ്, കുറച്ച് പ്രൊഡക്റ്റൊക്കെ വാങ്ങണം, അത് വിൽപ്പന നടക്കുന്നതിൻ്റെ ലാഭം നമുക്ക് കിട്ടും എന്ന് പറയുന്ന സമയത്ത് കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങണം അല്ലേ. പ്രൊഡക്റ്റ് വാങ്ങുക എന്ന് പറയുന്ന സമയത്ത് കുറേ ആളുകളുടെ ഉള്ളിൽ ഉണ്ടാവുക എൻ്റെ അടുത്ത് ഇപ്പോൾ അതിനുള്ള ആവശ്യമില്ല, അല്ലെങ്കിൽ നമുക്ക് നിലവിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ അടുത്ത് ഉണ്ടല്ലോ, ഇനിയിപ്പോൾ പുതിയതായിട്ടൊരു കമ്പനിയിൽ നിന്ന് എന്തിനാണ് പ്രൊഡക്റ്റ് എടുക്കുന്നത്, അങ്ങനെ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ആദ്യം തന്നെ ഒരു റിജക്ഷൻ അവരുടെ ഉള്ളിൽ വരും. പിന്നെ അവർ വലിയ കാര്യമായിട്ടൊന്നും നമ്മൾ സംസാരിക്കുന്നത് കേൾക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും പറയേണ്ട അവസരം കേൾക്കാൻ വേണ്ടിയിട്ട് ഈ പ്രൊജക്റ്റ് പരിചയപ്പെടുത്താൻ നമ്മൾ തയ്യാറാവുക. കാരണം പ്രൊഡക്റ്റ്
പ്രൊഡക്റ്റ് വാങ്ങുക എന്നുള്ള സെക്കൻഡറി ആണ്, അവസരമാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടത്. കാരണം അവസരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നാട്ടിൽ കിട്ടാത്ത പല പ്രൊഡക്റ്റുകളും ഫിജിക്കാർഡ്.com ഉണ്ട്, പക്ഷേ കിട്ടുന്ന പ്രൊഡക്റ്റുകളാണ് കൂടുതൽ. പക്ഷെ എന്തുകൊണ്ടാണ് ഫിജിക്കാർഡ്.com ചൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അവസരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഫിജിക്കാർഡ്.comലൂടെ വിൽക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു വൺ ടൈം പർച്ചേസ്, ഒരൊറ്റ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിലൂടെ, ഇതിലൂടെ ഉത്പാദിപ്പിക്കുന്ന ഫിജിക്കാർഡ്.comൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ ഒരു തവണ പർച്ചേസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ അവസരം കൂടെ നമ്മുടെ കയ്യിലേക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഈ അവസരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ നമ്മൾക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ പറ്റിയാലാണ് ആ വ്യക്തി നമ്മളെ ശ്രദ്ധിക്കാൻ തയ്യാറുള്ളൂ. ഓക്കെ, ഞാനിത് കേൾക്കാം, എങ്ങനെയാണ് ഈ കമ്പനിയുടെ വർക്ക് ഒന്ന് പറയൂ എന്ന് പറയുന്ന രീതിയിൽ അവരെ കൊണ്ട് ചിന്തിപ്പിക്കണമെങ്കിൽ നമ്മളൊന്ന് സംസാരിക്കുന്ന രീതി കറക്റ്റായിരിക്കണം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പാർട്ട്, ഒരാളോട് ഈ ബിസിനസ് സംസാരിക്കുന്ന കാര്യം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി സംസാരിക്കുക. എന്താണ് നമ്മൾ പറയേണ്ടതെന്നുള്ള അറിഞ്ഞിട്ട് തന്നെ നമ്മൾ സംസാരിക്കുക. ഞാനൊരു കാര്യത്തിൽ കൂടിയിട്ടുണ്ട്, ചേർന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ പല ആളുകൾക്കും പഴയ മണിച്ചേൻ്റെ ഓർമ്മയാണ് വരിക. ചേരുക, ചേർക്കുക എന്നൊക്കെ പറയുന്ന സംഗതി വരുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ വരണം, ബിസിനസ് ചെയ്യണം. ആളുകൾ വേണ്ട എന്നല്ല, ഏതൊരു ബിസിനസ്സിനും ആവശ്യമുള്ള കാര്യമാണ് ബിസിനസ് ചെയ്യാൻ ആളുകൾ വരണം, അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നതിന് പ്രൊഡക്റ്റ് വാങ്ങാൻ ആളുകൾ വേണം. അപ്പോൾ അതിന് സാധാരണഗതിയിൽ അവലംബിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. സാധാരണ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ പരസ്യങ്ങളിലൂടെയും ഇടനിലക്കാരിലൂടെയാണ് പ്രൊഡക്റ്റ് നമ്മളിലേക്ക് എത്തുന്നത് എന്ന് പറയും. ഇതെല്ലാവരും ചിന്തിക്കുന്നൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു വ്യക്തിയോട് പറയുന്ന സമയത്ത്, നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഒരു ലെക്സ് സോപ്പാണ് വാങ്ങുന്നതെങ്കിൽ ആ ലെക്സിന്റെ പരസ്യം നമ്മൾ പലവട്ടം ടിവിയിലൂടെയും ആഡുകളിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ ഉള്ളിൽ ഓക്കെ ലെക്സ്, ഒരു ഷോപ്പിൽ നമ്മൾ പോകുന്ന സമയത്ത് ആ ലെക്സ് എന്നുള്ള ബ്രാൻഡ് നമ്മുടെ മനസ്സിൽ ഫെമിലർ ആയതുകൊണ്ട് ഓക്കെ അത് വാങ്ങാം എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ശരിക്കും അതിനെ ആ പ്രൊഡക്റ്റും അതിൻ്റെ മാർക്കറ്റിംഗ് രീതികളും മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും നമ്മൾ അറിഞ്ഞിരിക്കുക. പ്രൊഡക്റ്റ് നമ്മളെ മുമ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പരസ്യങ്ങളിലൂടെ ആ പ്രൊഡക്റ്റ് നമ്മുടെ മുമ്പിൽ കാഴ്ച വയ്ക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങാൻ ഓക്കെയാണ്, കുഴപ്പമില്ല എന്നുള്ള ഫീലോട് കൂടി നമ്മൾ ആ പ്രൊഡക്റ്റ് എടുക്കുന്നു. പക്ഷേ ആ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങുമ്പം ഒരു 5 രൂപയോ 6 രൂപ മാർക്കറ്റിംഗ് മീൻസ് മാനുഫാക്ചറിങ് കോസ്റ്റുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും, നിങ്ങൾ വാങ്ങുന്ന 40 രൂപയ്ക്കായിരിക്കും. അപ്പം ബാക്കി എങ്ങനെയാണ് ഇത്ര എമൗണ്ട് കൂടുതൽ വരുന്നത്? അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് വിൽപ്പന നടക്കുമ്പം അതിന് ഏറ്റവും ആദ്യം തന്നെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, റീജിയണൽ വൈസ് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, സ്റ്റോക്കിസ്റ്റ് ഉണ്ടാവും, ഏരിയ വൈസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും, ദെൻ സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, അങ്ങനെ പല കാറ്റഗറിയിലും ആളുകളൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ 4-5 ഇടനിലക്കാരെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട പ്രോഫിറ്റ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ മാർജിൻ എന്ന് പറഞ്ഞു വരുന്നത്. അത് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മാർജിൻ ഉണ്ട്, ആ മാർജിനാണ് നമുക്ക് ഷെയർ ചെയ്യപ്പെടുന്നത്. പല ആളുകളുടെയും സംശയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വിൽക്കപ്പെടുന്ന പ്രൊഡക്റ്റുകൾക്കൊക്കെ വില കൂടുതലായിരിക്കും. കാരണം ഇതിൽ ലാഭം കിട്ടണമെങ്കിൽ വില കൂട്ടി വിറ്റാലേ നടക്കുള്ളൂ എന്നുള്ള ചിന്തയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഒരു പ്രൊഡക്റ്റിന്റെ വിപണനം നടക്കുന്നത് എങ്ങനെയാണെന്ന് ആ വ്യക്തിയോട് നമ്മളൊന്ന് ചോദിക്കുക. നിങ്ങളൊരു സോപ്പ് വാങ്ങുന്നത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ പറഞ്ഞ ലെക്സ് സോപ്പ് തന്നെ ആവട്ടെ, നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ 40 രൂപയാണ് ഇതിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അല്ല എന്നറിയാം, പക്ഷേ അത്രയും വില വരുമായിരിക്കും എന്നുള്ള ചിന്തയോടുകൂടി തന്നെയാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലങ്ങളായിട്ട് നമ്മൾ അറിയുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത് ഈ പറഞ്ഞ പരസ്യങ്ങളും കാര്യങ്ങളിലൂടെ ഒക്കെയാണ് നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത്. ആ സമയത്ത് നമുക്ക് അതിന്റെ വില ഏകദേശത്തിൽ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അത് ലക്ഷക്കണക്കിന് പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയിൽ നിന്നാണ് വരുന്നത്. ആ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനുള്ള കോസ്റ്റ് ഇത്രയൊന്നും ഉണ്ടാവില്ല, അതിന്റെ യഥാർത്ഥത്തിലുള്ള വില നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഈ പറഞ്ഞ 5-6 ഇടനിലക്കാർക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടറിന് 3% ലാഭം എടുക്കുന്നുണ്ടാവും. ഏറ്റവും ടോപ്പിലുള്ള ആൾ, രണ്ടാമത്തെ ആൾ ചിലപ്പോൾ 5% എടുക്കുന്നുണ്ടാവും, അടുത്ത ആൾ 10% എടുക്കുന്നുണ്ടാവും. ഒരു റിട്ടൈൽ ഷോപ്പിലേക്ക് എത്തുമ്പോൾ 20% ലാഭം എടുത്തിട്ടാണ് ഈ പ്രൊഡക്റ്റ് വിൽപ്പന നടത്തുന്നത്. കാരണം ഞാൻ FMCG മാർക്കറ്റിംഗിൽ കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ആ കാറ്റഗറിയിൽ വരുന്ന ഡെയിലി യൂസിനുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മിനിമം 20% പ്രോഫിറ്റ് ഇട്ടുകൊണ്ടാണ് ഒരു പ്രൊഡക്റ്റ് അവിടെ വിൽപ്പന നടക്കുന്നത്. റിട്ടൈൽ ഷോപ്പിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറിലെ സ്റ്റാഫായിട്ട് പോയ സമയത്ത് നമുക്കറിയാം ആ ഒരു പ്രൊഡക്റ്റ് സാർ 20 രൂപ ആണ് പ്രൊഡക്റ്റിന് വിലയെങ്കിൽ അതിന് 20% ലാഭമാണ് നിങ്ങൾക്കുള്ളത്, അത് ഇതാണ് അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് 16 രൂപയ്ക്കും ഒക്കെയാണ് നമ്മളവിടെ കൊടുക്കുക. അപ്പോൾ 20 രൂപയ്ക്ക് അവർക്ക് വിൽക്കാൻ പറ്റും. ഇത്രയും വിലയിൽ നമ്മൾ കൊടുക്കുന്ന ഏത് പ്രോഡക്റ്റ് എടുത്താലും ഒരു 20% റിറ്റെയിൽ ഷോപ്പിൽ മാർജിൻ വരുന്നുണ്ട്. ദെൻ അതിന് മുകളിലുള്ള ആളും ഒരു 10% ലാഭം, ഹോൾസെയിലർ എന്നുള്ള കാറ്റഗറിയിലുള്ള ആൾ ഒരു 10% ലാഭം എടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഒരു ശൃംഖല തന്നെയുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടെ എങ്ങനെ പോയാലും ഒരു 30-40-50% ലാഭം അവിടെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. തന്നെ ഈ പരസ്യങ്ങൾ കാണുന്ന ഇഷിറായാണെങ്കിലും ശരി, ഇപ്പോഴത്തെ പരസ്യം അഭിനയിക്കുന്ന ആര് തന്നെയാണെങ്കിൽ ശരി, വെറുതെ കാണാൻ കിട്ടില്ലല്ലോ. അവർക്കൊരു സെക്കൻഡിന് ഇത്ര അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡിന്
ഈ ആഡിന്റെ കോസ്റ്റ് കോടികളാണ്. അത് പരസ്യത്തിൽ അഭിനയിക്കാനുള്ള കോസ്റ്റ്. ദെൻ അത് കഴിഞ്ഞ് അത് മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ അറിയുന്ന ദൃശ്യമാധ്യമങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് ഒരു 30 സെക്കൻഡ് ആഡിന് ലക്ഷങ്ങളാണ് ഒരു ആഴ്ചയ്ക്കും 2 ആഴ്ചയ്ക്കൊക്കെ ആ കമ്പനികൾ സ്പെൻഡ് ചെയ്യണേ. അപ്പൊ ഇതിന്റെയൊക്കെ കോസ്റ്റ് എവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രൊഡക്റ്റ് വാങ്ങുന്ന ആളാണ് അൾട്ടിമേറ്റ് ഇതെല്ലാം കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും പരസ്യങ്ങൾ കൊടുത്തുകൊണ്ടോ ഇത്രയും ഇടനിലക്കാരെ വളർത്തിക്കൊണ്ട് ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല. നിത്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും വിപണനം നടക്കുന്ന ഈ രീതിയിലാണ്. അപ്പം ഇവിടെ ഈ റിയാലിറ്റി വാസ്തവം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഏത് പ്രൊഡക്റ്റിനാണെങ്കിൽ ശരി ഇങ്ങനെ ഒരു സപ്ലൈ ചെയിൻ ഉണ്ട്. ആ സപ്ലൈ ചെയിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ലാഭം നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർക്ക് മീൻസ് നേരിട്ടുള്ള വിപണനത്തിൽ ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഷെയർ ചെയ്യപ്പെടാം. ആ ഷെയർ ചെയ്യപ്പെടുന്ന എമൗണ്ട് മാത്രമാണ് നമുക്ക് ലാഭം മാത്രമേ കിട്ടുന്നുള്ളൂ. ഒരു സെയിൽസ് വോളിയത്തിന് ഫിജികാർഡ്.കോമിയുടെ കച്ചവടം നടക്കും ലെഫ്റ്റിലും റൈറ്റിലും മാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് 20 രൂപ കിട്ടുന്നു. അത് വലിയ എമൗണ്ട് ഒന്നും അല്ല. ഞാൻ പറയുന്ന സമയത്ത് ഒരു എന്താ പറയുക, ആവറേജ് ഒരു 200-250 രൂപ പ്രൊഡക്റ്റ് മീൻസ് നമ്മൾ കോസ്റ്റ് വെച്ച് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 500 രൂപയിലും കച്ചവടം നടക്കുമ്പോഴാണ് ഈ പറഞ്ഞ ലെഫ്റ്റും റൈറ്റും മാച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു 20 രൂപ കിട്ടുന്നത്. അപ്പം പല തട്ടുകളിലായിട്ട് ഇതിൻ്റെ ലാഭം ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഒരു കച്ചവടത്തിൻ്റെ അല്ല, ഇതിൽ പല രീതിയിലുള്ള മാർജിനും 40-42% പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് നമുക്ക് തരുന്നുണ്ടെങ്കിൽ അതിൽ നിശ്ചിത പെർസെൻറ്റേജ് മാത്രമാണ് റിറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ടും നമ്മുടെ ടീം ബിൽഡിംഗ് ബോണസൊക്കെ ആയിട്ട് വരുന്നത്. പിന്നെ അതിന് മുകളിലോട്ട് റിവാർഡ്സും പല കാര്യങ്ങളും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ 100 സെയിൽസ് വോളിയത്തിൽ കൂടുതൽ വിൽക്കപ്പെടുന്ന പ്രൊഡക്റ്റിന് നമുക്ക് ജനറേഷൻ ബോണസും ക്രെഡിറ്റ് ആവേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് ഈ കമ്പനികൾ വിൽക്കപ്പെടുന്ന പ്രൊഡക്റ്റിന് ലാഭം മാത്രമാണ്. അതല്ലാതെ അല്ല ഈ വിൽക്കൽ നടത്തുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കി സംസാരിക്കുന്ന സമയത്ത് ഇത്രയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഒഴിവാക്കിയാൽ തീർച്ചയായിട്ടും അവിടെ ഒരു ലാഭം ആ കമ്പനിക്ക് ഉണ്ടാവില്ലേ. ആ ലാഭമാണ് നമുക്ക് ഇവിടെ ഷെയർ ചെയ്യപ്പെടുന്നത്. അപ്പൊ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന, നമ്മൾ ഇതിലൂടെ മാർക്കറ്റ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റുകളുടെയും സോൾ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം കമ്പനിക്ക് തന്നെയാണ്. കാരണം എന്തെങ്കിലും ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ കെയറിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അത് ഏത് പ്രോഡക്റ്റ് ആണോ വിൽപ്പന നടത്തുന്നത് ആ ഒരു കമ്പനിയായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കമ്പനി ഒരു സൊല്യൂഷൻ നമുക്ക് തരാൻ തയ്യാറാണ്. കാരണം 24/7 എന്നുള്ള രീതിയിലേക്ക് ഇനി നാളെയിൽ നമ്മുടെ കസ്റ്റമർ കെയർ മാറും. ഇപ്പൊ നമ്മൾ 10 മണി തൊട്ട് 5 മണി വരെ അല്ലെങ്കിൽ 6 മണി വരെ ആണെങ്കിലും നാളെകളിൽ നമ്മുടെ കസ്റ്റമർ കെയർ ഇത് അപ്ഡേറ്റ് ചെയ്യപ്പെടും. കാരണം ആ രീതിയിലുള്ള ബിസിനസ്സും കാര്യങ്ങളാണ് ഫിജികാർഡിൽ നടക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഇത്രേ ഉള്ളൂ. ഈ ഒരു ചെറിയൊരു പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് ഈ ബിസിനസ് സംസാരിക്കാനുള്ള ഒരു തലത്തിലേക്ക് നിങ്ങൾ എത്തണം. ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള കാര്യത്തിൽ നിന്ന് മാറി ആ ലെവലിലുള്ള ഒരു ബിസിനസ് സ്ട്രാറ്റജിക്ക് പകരം ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ കമ്പനി ബിസിനസ്സിന് അവലംബിക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ള മെത്തേഡ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് നമ്മളോട് ചെയ്യേണ്ടത്. അവിടെ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുന്ന സമയത്ത് വിവിധ തലങ്ങളിലായിട്ട് വരുമാനം ഷെയർ ചെയ്യപ്പെടുന്നതാണ് ഈ ബിസിനസ്. അപ്പൊ ഇത് റെഫർ ചെയ്യുന്ന ബിസിനസ് ആണ്. അപ്പൊ റെഫർ ചെയ്യാൻ പറ്റൂ, നമുക്ക് ഇത്രയും പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റെഫർ ചെയ്യാം. അപ്പൊ ഞാൻ ഇരുന്ന് സംസാരിക്കാൻ എൻ്റെ വീട് പെയിന്റ് ചെയ്ത് ഫിജികാർഡ്.കോം എന്നുള്ള കോൺസെപ്റ്റിലൂടെ വാങ്ങിയ പെയിന്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതെന്നാണ് എനിക്ക് പറയാൻ പറ്റിയതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ റിലേറ്റീവ്സും ഈ പെയിന്റ് പല ായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അവർ വീട്ടിൽ പെയിന്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ എങ്ങനെയുണ്ട്, നമ്മുടെ അടുത്ത് അഭിപ്രായം ചോദിച്ച സമയത്ത് നല്ലതാണ്, ഓക്കെയാണ്, ബെറ്റർ ആണ് എന്നുള്ളൊരു ഫീഡ്ബാക്ക് നമ്മൾ കൊടുത്തുകൊണ്ടാണ്. അതല്ലാതെ നമ്മൾ ഉപയോഗിച്ച് നമുക്ക് നല്ലതല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഉപയോഗമുള്ള പ്രൊഡക്റ്റുകൾ നല്ല ഉപയോഗിക്കാൻ പറ്റുന്ന ഗുണനിലവാരമുള്ള പ്രൊഡക്റ്റാണ് ഫിജികാർഡ്.കോമിൽ വിൽക്കപ്പെടുന്നതെങ്കിൽ അത് നമ്മളൊന്നും പറയാൻ തയ്യാറാവാം. ഇതേ കാര്യം നിങ്ങളുടെ അടുത്തേക്ക് വേറെ പല ആളുകൾ പറയാറുണ്ട്. അത് ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയിട്ടും നമ്മൾ അറിയുന്ന പരസ്യം കാണുന്ന പല കമ്പനികളും അവർക്ക് നിശ്ചിത എമൗണ്ട് ബ്രാൻഡ് വാല്യൂ ഇത്രയാണെങ്കിൽ അതിനകത്ത് പെർസെൻറ്റേജ് ബ്രാൻഡ് അംബാസിഡർ വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ പരസ്യത്തിന് വേണ്ടി ഒരു കോൺട്രാക്ട് പീരീഡ് ഇത്ര കാലത്തേക്ക് ആ പരസ്യം അഭിനയിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പൊ അത് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വന്ന് സംസാരിക്കുന്നതല്ല. അവര് ഒരു പ്രൊഡക്റ്റിന്റെ മായി വരുന്നുണ്ട് എങ്കിൽ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിശ്ചിത കാലത്തേക്ക് ഇത്ര കോടി രൂപ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രൊഡക്റ്റിലൊക്കെ ഇപ്പം ഫോർ എക്സാമ്പിൾ കണ്ട തേയിലേന്റെ പരസ്യത്തിൽ മോഹൻലാൽ വരുന്നുണ്ട്, മൈജീന്റെ പരസ്യത്തിൽ വരുന്നുണ്ട്. ഇതൊന്നും വെറുതെ വരുന്നതല്ല. അവർക്ക് അറിഞ്ഞിട്ടോ അവരത് ഉപയോഗിച്ചിട്ടോ സാറ്റിസ്ഫൈഡ് ആയിട്ടോ ഒന്നും അല്ല അവർ പറയണ്ടാവുക. പ്രൊഡക്റ്റ് നല്ലതെന്ന് പറയാനുള്ള, ഇത് ഉപയോഗിക്കുമെന്ന് പറയാനുള്ള ഒരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിനകത്ത് കോടികൾ കിട്ടിയിട്ടുണ്ട്. കാരണം ആ പരസ്യങ്ങൾക്ക് അങ്ങനെയാണ് സ്പെൻഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പറയുന്ന ഒരു ബോധ്യം നമ്മളെ കേൾക്കുന്ന വ്യക്തിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ നമ്മൾ വിജയിച്ചു. അത് ഒന്നും കാണാതല്ല ഞാൻ ഈ സംസാരിക്കാൻ വന്നത്. ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ്. ഇതിന് വേണ്ടത്ര അറിവ് നമുക്കുണ്ട് എന്നുള്ള തോന്നൽ വന്നാൽ നിങ്ങളെതിരെ ഇരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടോ നിങ്ങളുടെ റിലേറ്റീവോ ആര് തന്നെ ആവട്ടെ അവർ നിങ്ങളെ കേൾക്കാൻ തയ്യാറാവും.
കാരണം വിവരം ഉണ്ട്, അത്യാവശ്യം ഈ മേഖലയെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നുള്ള തോന്നൽ വന്നാൽ പോലും ഇനി പറ ഞാൻ കേൾക്കട്ടെ എന്നുള്ള ഇതിലേക്കെങ്കിലും മാറും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി നമ്മൾ സംസാരിക്കണം. ഇവിടെ എങ്ങനെയാണ് നമ്മുടെ ബിസിനസ് നടക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. ബിസിനസ് നടക്കുന്ന രീതി മാത്രമാണ്, അതായത് പ്രൊഡക്റ്റിന്റെ വിൽപ്പന നടക്കുന്ന ബിസിനസ് സ്ട്രാറ്റജിയാണ് ഡയറക്ട് സെല്ലിങ്ങിലൂടെ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത്. പ്രൊഡക്റ്റിന്റെ വിപണി നമുക്ക് പരസ്യം ഇടനിലക്കാരും അവർ ഒഴിവാക്കുന്നതാണ്. ഇത്രയും പറഞ്ഞാൽ മാത്രം പോരാ, പരസ്യങ്ങളും ഇടനിലക്കാരും എത്ര പെർസെൻറ്റേജ് ലാഭം എടുക്കുന്നുണ്ടെന്നും കൂടെ കൃത്യമായിട്ട് നമ്മൾ പറയാം. ഇപ്പം സോപ്പൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന വീട്ടമ്മമാരൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. യഥാർത്ഥത്തിലുള്ള സോപ്പിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഉണ്ടാവുള്ളൂ. അപ്പം ഒരു 20 രൂപയ്ക്കൊക്കെ മാർക്കറ്റിൽ സോപ്പുകളൊക്കെ അവൈലബിൾ ആയി തുടങ്ങിയത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ച് നോക്കുക. 100 ഗ്രാം സോപ്പിന് നമ്മൾ 40 രൂപ കൊടുക്കുന്നത് അതിന് പകരം 20 രൂപയ്ക്കും ഈ പറഞ്ഞ സോപ്പുകളൊക്കെ അവൈലബിൾ ആയി തുടങ്ങിയത് ഇത് മാർക്കറ്റിൽ വിൽപ്പന നടത്താൻ വേണ്ടി നേരിട്ടുള്ള എന്താ പറയുക ഇടനിലക്കാരൊന്നും ഇല്ലാതെ പ്രൊഡക്റ്റ് എടുത്ത് മാനുഫാക്ചർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചോളം അത് വലിയ കോസ്റ്റ് അല്ല, അത്രയും കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ അത് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. അപ്പം ഇത് പരസ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഡിസ്ട്രിബ്യൂഷൻ ശൃംഖലയിലേക്ക് കൊടുക്കുന്ന സമയത്ത് അവർക്ക് നിശ്ചിത മാർജിൻ കൊടുത്തുകൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാര്യം ഒഴിവാക്കുമ്പോൾ കിട്ടുന്ന ലാഭമാണ് ഇവിടെ ഷെയർ ചെയ്യപ്പെടുന്നത്. അല്ലാതെ ഒരു പ്രൊഡക്റ്റിന്റെ വിപണന വിലയേക്കാൾ കൂടുതൽ ഒരിക്കലും നമുക്ക് വിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇത് അഭിപ്രായമല്ല. അഭിപ്രായം എന്ന് പറയുന്ന സംഗതി ഞാൻ പറയുമ്പോൾ പല ആളുകൾക്ക് ഫിജിക്കാർട്ട്.കോമിനെ കുറിച്ച് അവരുടെ അഭിപ്രായമാണ് ബിസിനസ്. അവർ പറയുന്നത് ഇതാണ്, എൻ്റെ കാഴ്ചപ്പാട് ഇതാണ്, എൻ്റെ അഭിപ്രായം ഇതാണെന്നാണ്. പക്ഷേ ഫിജിക്കാർട്ട്.കോമിന്റെ റിയാലിറ്റി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാത്തുള്ളൂ. ഇന്ന് എൻട്രി വെച്ച ആള് ഇന്ന് വൈകിട്ട് രാത്രി 12 മണിക്ക് മുമ്പ് ഒരു SVയുടെ സെയിൽ നടത്തി അത് മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് ഒരു മെസ്സേജ് ഒരു 12:53 മെസ്സേജ് ഈവൻ ക്രെഡിറ്റഡ് ഡിസ്കൗണ്ട് വന്നിട്ട് ഒരു മെസ്സേജ് വരും. നാളെ 100 രൂപയിൽ കൂടുതൽ എമൗണ്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും ഡെയിലി പേ ഔട്ട് സിസ്റ്റത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ആവുകയും ചെയ്യും. ഇനി വീക്കിലി പേ ഔട്ട് ആണെങ്കിൽ വീക്കിലി വൺസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ആവും. അപ്പം ഇതാണ് ഇതിന്റെ റിയാലിറ്റി. അതായത് ഒരു കച്ചവടം നടന്നു എന്ന് കമ്പനിയുടെ സോഫ്റ്റ്വെയറിൽ അത് ബില്ലിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിന്റെ ലാഭം ഏത് തട്ടിലേക്കാണോ പോകേണ്ടത് ആ കൃത്യമായിട്ട് അവിടേക്ക് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റം ഫിജിക്കാർട്ട്.കോമിനുണ്ട്. ഇതില്ലാതെ നമുക്ക് ഒരിക്കലും ഈ പറഞ്ഞ എമൗണ്ട് ക്രെഡിറ്റ് ആവില്ല. അപ്പൊ ഈ സിസ്റ്റം നമ്മളൊരു ഓർഗനൈസ്ഡ് മാപ്പിംഗ് സിസ്റ്റത്തിലൂടെ ഒരു എൻട്രി നമ്മൾ വെക്കുന്ന സമയത്ത്